അസ്സലാമു അലൈക്കും. ലെനോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഈ മഴക്കാലത്ത് നല്ല തണുപ്പത്തും കഴിക്കാൻ പറ്റുന്നൊരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ഹെൽത്തിയുമായ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. 3/4 കപ്പ് മുതിരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ വറുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിൽ കാണിക്കണത്. ഒന്ന് വറുത്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതിലെ കല്ലുകളും പൊടികളൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഞാൻ വറുത്തെടുത്തത്. ഇത് ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. ചെറുതായിട്ട് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കണുള്ളൂ. നന്നായി പൊടിഞ്ഞിട്ടില്ല, അപ്പോൾ കണ്ടില്ലേ, നന്നായി ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളൂ ഞാൻ. ഇതിഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. കഴുകി 2-3 പ്രാവശ്യം ഞാൻ നന്നായി കഴുകിയെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ചുവപ്പ് ഉമികളാണ് ഈ കാണുന്നത്. ഇത് കളയണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ കേൾക്കുമ്പോൾ ഇത് പൊന്തി വരുന്നതൊക്കെ ഞാൻ കളഞ്ഞതാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഫുള്ളായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് കറി ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് മുതിര എടുത്തിട്ട്. കൂടുതൽ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ എടുക്കണം. ഒരു വലിയൊരു സവാളൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 പച്ചമുളക്, ഒരു വലിയൊരു തക്കാളി ഇട്ട് കൊടുത്തു, കറിവേപ്പില. ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയതിൻ്റെ ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കർ അടച്ച് വെച്ച്. ഇതൊരു 3 വിസിൽ അടിക്കണ വരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ആ സമയം കൊണ്ട് നാളികേരം അരച്ചെടുക്കാം. 1 കപ്പ് നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഫൈനായിട്ട് അരച്ച് വരാം. അപ്പോൾ ഇത് നന്നായി അരച്ചതിൻ്റെ ശേഷം ഞാൻ കാണിക്കണത്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതോ ചോറ് എത്ര കഴിച്ചാലും മതി വരില്ല, അത്ര നല്ല ടേസ്റ്റുമാണ് കറിക്ക്. ഇപ്പോൾ മുതിര നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കറി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് നാളികേരം പാർന്ന് കൊടുക്കുകയാണ്. നാളികേരം മുഴുവനായിട്ട് വെള്ളം എത്ര വേണ്ടിയത് വെച്ചാൽ അത്ര പാർന്ന് കൊടുക്കുക. ഞാൻ ഇപ്പോൾ മിക്സിൻ്റെ ജാറ് ഒന്ന് ചുഴറ്റി ഒന്നുകൂടി വെള്ളം പാർന്ന് കൊടുത്തു. എനിക്ക് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. തണുപ്പുള്ള സമയത്തും മഴയുള്ള സമയത്തൊക്കെ ഇതെന്നും നമുക്ക് തോരനാക്കിയിട്ടോ ഉപ്പേരിയാക്കിയിട്ടോ കറിയാക്കിയിട്ടൊക്കെ മുതിര കഴിക്കണത് നല്ലതാണ്. നാളികേരം തിളച്ച് വരുന്ന വരെ ഇനി ഒന്ന് ഇളക്കി എടുക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇനി വാങ്ങി വെച്ചുകൊണ്ട് നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെക്കാം. മൺചട്ടി ചൂടായതിൻ്റെ ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് ഒരു കൈപ്പിടി ചെറിയുള്ളി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഉള്ളി മൂത്തതിൻ്റെ ശേഷമാണ് കടുക് ഇട്ട് കൊടുത്തത്. കടുക് പൊട്ടിയതിൻ്റെ ശേഷം ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് കൊടുക്കും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് കാശ്മീരി പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് കളറിനും വേണ്ടിയിട്ട്, കാണാനൊരു ഭംഗിക്കും കളറിനും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർത്തത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. കാരണം താളിച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണത് നല്ലതാണ്. ആ സമയമൊക്കെ മൺചട്ടിയല്ലേ, അതുകൊണ്ട് കറി തിളച്ച് കൊണ്ടേയിരിക്കും ചെയ്യും. അപ്പോൾ കണ്ടോ, 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴും കറി തിളച്ച് കൊണ്ടേയിരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. വീഡിയോക്കുമായി കാണാം. ബൈ.